തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞുള്ള CPM സമ്മേളനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് ഹൈക്കോടതി. വഴി തടഞ്ഞതിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കേണ്ടതാണെന്ന് കോടതി വാക്കാൽ പരാമർശിച്ചു. മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായതെന്നും ചൂണ്ടിക്കാണിച്ചു. വഴിയടച്ച് പൊതുയോഗം നടത്തിയതിൽ പോലീസ് കേസെടുത്തോ എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. വഴി തടഞ്ഞുള്ള പൊതുയോഗങ്ങൾക്കെതിരെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടി എന്താണെന്ന് സർക്കാർ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് CPM പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചൂർ കോടതിക്കടുത്ത് റോഡിന്റെ ഒരു വശം കൊട്ടിയടച്ചത്. വഴി തടഞ്ഞ് കെട്ടിയ പന്തലിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. മരട് സ്വദേശിയായ പ്രകാശനാണ് വഴി തടഞ്ഞുള്ള നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചത്. ഈ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വരുന്ന അരമണിക്കൂറിൽ നമുക്കൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ഇടത് സഹയാത്രികരായ റെജി ലൂക്കോസും അതോടൊപ്പം തന്നെ BJPയെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് RS രാജീവുമാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇന്നിപ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് തന്നെ മുൻകാല ഉത്തരവുകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അതായത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി, സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കി, ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് വേണോ പാർട്ടിക്ക് ഒരു സമ്മേളനം നടത്താൻ? അല്ല, തീർച്ചയായിട്ടും കോടതിയുടെ പരാമർശത്തിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഇവിടെ എറണാകുളം മരട് ഉള്ള ഒരു വ്യക്തിയാണ് കോടതിയിൽ ഈ പരാതി എത്തിച്ചത്. അപ്പൊ ആ മനുഷ്യന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടും ആ CPM ശത്രുത എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. വസ്തുത എന്താണ്? അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ പരാതി കിട്ടുമ്പോൾ കോടതിയുടെ ഭാഗത്ത് പരാമർശം ഉണ്ടാവും. കാരണം കോടതിയുടെ പല നിയമങ്ങൾക്കും വിരുദ്ധമായ രീതിയിൽ ഇങ്ങനെ ഒരു വഴിതടസ്സം ഉണ്ടാക്കി എന്നുള്ള ചിത്രങ്ങൾ സഹിതം കൊടുക്കുമ്പോൾ കോടതിയുടെ പരാമർശം ഉണ്ടാവും. പക്ഷെ വസ്തുത എന്താണ്? അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഞ്ചൂര് തിരുവനന്തപുരം പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ റോഡിലേക്ക് ഒരു അല്പം ഇറക്കി ഈ പ്രവേശന കവാടം നിർമ്മിച്ചു എന്നുള്ളതാണ് പരാതി. അത് ചില മാധ്യമങ്ങൾക്ക് കുത്തിപ്പൊക്കി CPM ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ വഴി കൊട്ടിയടച്ച് നാട്ടുകാർക്ക് തടസ്സം വന്നു, വാഹനങ്ങൾ തടഞ്ഞ് വഴിയിൽ പന്തൽ നിർമ്മിച്ചെന്നുള്ളതായിരുന്നു പരാതി. വസ്തുതയാണെന്ന് എങ്ങനെയാണ് ശ്രീ റെജി ലൂക്കോസ് പറയുക? കാരണം ഈ ദൃശ്യങ്ങൾ താങ്കൾ കൂടി കണ്ട ദൃശ്യങ്ങളാണ്. ജനറൽ ആശുപത്രിയിലേക്കുള്ള വഴിയാണത്. അതുവഴി ആണ് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കഴിയും. ഇതിലെല്ലാം അപ്പുറം ആ വേദി കെട്ടിയിരിക്കുന്നത് വഞ്ചൂർ പോലീസ് സ്റ്റേഷന് നേരെ മുൻപിലാണ്. തൊട്ടടുത്താണ് വഞ്ചൂർ കോടതിയുള്ളത്. അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്തകളെല്ലാം ഞാൻ കണ്ടതാണ്. ഇത് വാർത്തകൾ പുറത്തു വന്നിട്ട് 3-4 ദിവസമായി. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. വസ്തുത എന്താണ്? നിങ്ങൾ അത് മനസ്സിലാക്കേ, സംസാരിച്ചു തീരട്ടെ. ഇവിടെ കേരളത്തില് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരൊക്കെ എത്രയോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ തെരുവോരങ്ങൾ കീഴടക്കിക്കൊണ്ട് നടത്തുന്നതൊക്കെ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എത്രയോ കാഴ്ചകൾ ദിനം പ്രതി കേരളത്തിൽ വരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഏരിയ സമ്മേളനത്തിന് വേണ്ടി ഒരു പന്തല് പണിതതിന് പ്രവേശന കവാടം റോഡിന്റെ ഒരു സൈഡ് ആയി പോയതിന്റെ പേരിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള അവിടുത്തെ പൊതുസമൂഹത്തിനൊന്നും ഒരു പരാതിയില്ല. പരാതിയായിട്ട് പുറത്തു വന്നിരിക്കുന്ന കുറെ മാധ്യമങ്ങളാണ് എങ്ങനെ എവിടെയെങ്കിലും CPM തകർക്കാനോ CPM ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ചില വാർത്തകളാണ്. അതിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വഞ്ചിയൂർ ഒരു വാഹനത്തിന്റെയും ഗതാഗതം തടഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ സ്വാഭാവികമായ രീതിയിൽ പാർട്ടിയുടെ പരിമിതമായ സാഹചര്യത്തിൽ അവിടെ ഒരു പന്തല് കെട്ടി അവിടെ അതിന്റെ ഫ്രണ്ട് വശം ആ റോഡിന്റെ സൈഡിലേക്ക് വന്നു എന്നല്ലാതെ കണ്ട് പബ്ലിക്കിന് ഒരു ന്യൂസൻസും ഇല്ല. പബ്ലിക്കിന് ഈ കോൺഗ്രസ്സുകാരും BJPക്കാരും നടത്തുന്ന രീതിയിലുള്ള റോഡിൽ അഴിഞ്ഞാട്ടം നടത്തി ജനങ്ങളെ വഴിയിൽ തടഞ്ഞു വന്ന സംവിധാനം ഒന്നും ഇവിടെ CPM പാർട്ടി ചെയ്തിട്ടില്ല. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ CPM ശത്രുത പോകുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഈ രീതിയിലുള്ള ചിത്രം കാഴ്ചവെക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡിന്റെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുണ്ട്. പലയിടത്തും പണികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ടാറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതിനിടയ്ക്കാണ് ഇത് നടക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല, സാധാരണയുള്ള ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്? ആ സമയം എന്ന് പറയുന്നത് സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്ന ബസ്സുകളൊക്കെ എത്ര പ്രയാസപ്പെട്ടാണ് അതിലൂടെ പോയത്? ഇപ്പൊ നിങ്ങൾ ചർച്ചയുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞ അവിടെ വാഹനങ്ങളെല്ലാം തടഞ്ഞിട്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു വശത്ത് പോലീസ് തന്നെയാണ് അത് നിയന്ത്രിച്ചത്. അല്ല, ഇപ്പോൾ പറയുന്നത് വാഹനം കടന്നു പോകാൻ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, CPM വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒത്തിരി കഥകള് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കോടതിയുടെ പരാമർശത്തെ തള്ളി പറയുന്നില്ല. കോടതിയുടെ മുമ്പിൽ കോടതി പോയി നേരിട്ട് കണ്ടിട്ടില്ല. കോടതിയുടെ മുമ്പിൽ പരാമർശം ഒരു പരാതി വന്നാൽ സ്വാഭാവികമായിട്ടും കോടതി അതിനെതിരെ പ്രതികരിക്കും. ശക്തമായ നിലപാടുണ്ട്. കാരണം ഇങ്ങനെ എടുക്കുന്നത് ഉള്ള അഭിപ്രായക്കാരെ ഞങ്ങളൊക്കെ. പക്ഷെ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ എവിടെയല്ല ഒരു ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ. എവിടെയെല്ലാം ഏരിയ സമ്മേളനം നടന്നു,
ലോക്കൽ കമ്മിറ്റി ലോക്കൽ സമ്മേളനം നടന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പരാതി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയ്ക്കും ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി നടത്തിയ CPM-ന് ഏതാണ്ട് 36,000 ബ്രാഞ്ച് സമ്മേളനങ്ങളും പിന്നെ എന്താ പറയാ ആയിരക്കണക്കിന് ലോക്കൽ സമ്മേളനങ്ങളും അതുപോലെ നൂറുകണക്കിന് ഏരിയ സമ്മേളനം നടത്തിയിട്ട് എവിടെയെങ്കിലും ചെറിയ പരാതി ഒരു വോട്ടർഷിക്ക് തടസ്സം നിന്ന പരിപാടി ഈ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം ഇത് മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പാർട്ടി വഴി തടയുന്നവരാണെന്നും റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സമ്മേളനം നടത്തുന്ന പാർട്ടിയാണെന്നുള്ള വരുത്തി തീർക്കാനുള്ള ചുകുത്സാവന്മാർ പരിപാടിയാണ്. അത് ആ പരാതി കൊടുത്തത് ഒരുപക്ഷെ ഒരു ബിനാമി ആയിട്ടായിരിക്കും പരാതി കൊടുത്തിരിക്കുന്നത്. ആരാണെന്ന് പ്രേരിപ്പിച്ചെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഇങ്ങനത്തെ വക്രീകരണ വാർത്തകളിലൂടെ ഒന്നും കേരളത്തിൽ ഈ പാർട്ടിനെയോ ഈ CPM രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പം ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണുമല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് വഞ്ചൂർ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് അന്ന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള വിഷയമാണ്. ഞാനൊന്ന് റെജി ലൂക്കോസിനോട് കേൾക്കാം. ഒരു കാര്യം, നമ്മുടെ ജനങ്ങൾ, കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ കേട്ടതാണ് ശ്രീമാൻ സതീഷ് ചെറിയാൻ ഭരണഘടനയെ എത്രമാത്രം അവഹേളിച്ചു എന്നത്. പോലീസിന്റെ റിപ്പോർട്ട് എന്താണ്? ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതേ കണക്കാണ് റെജി ലൂക്കോസ് പറയുന്നത്. അപ്പുറം ഇപ്പുറം രണ്ട് വീട്ടുകാർ തമ്മിൽ വീട് താമസിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ശകലം മഴത്തുള്ളി അപ്പുറത്ത് വീണത് പോലെയാണ് റെജി ലൂക്കോസ് ഈ വിഷയം പറയുന്നത്. തിരുവനന്തപുരത്തെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ജനറൽ ആശുപത്രി. അതുമാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ, ഗോവിന്ദൻസ് ഹോസ്പിറ്റൽ, പ്രസവം കഴിഞ്ഞ് പ്രഗ്നൻസി കഴിഞ്ഞ് പോകുന്ന എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നതാണ്. ആ സ്ഥലത്ത് പോയി ഒരു വ്യക്തിയാണ്. റെജി ലൂക്കോസ് പറയും പോലെ ഒരു സൈഡിലോട്ട് ശകലം മാറിയില്ല. ഒരു റോഡ് പൂർണ്ണമായിട്ടും അടച്ചിട്ടു. പൂർണ്ണമായിട്ടും ഒരു റോഡ് അടച്ചിട്ട് എത്ര മണിക്കൂറാണ്? തലേ ദിവസം 6 മണി തൊട്ട് പിറ്റേ ദിവസം 11 മണി വരെ ഒരു റോഡ് അടച്ചിടുകയാണ്. അങ്ങനെ റോഡ് അടച്ചിട്ട് ആരെങ്കിലും ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ടോ? അത് CPM അല്ലാതെ വേറെ ആരെങ്കിലും നടത്തോ ഈ കേരളത്തിൽ? നിങ്ങൾ സമ്മേളനങ്ങളൊക്കെ ഒരുപാട് നടത്തി. അത് നിങ്ങളെ പാർട്ടി സമ്മേളനം നടത്തുമ്പോൾ പാർട്ടിക്കകത്ത് അടിയും പിടിയൊക്കെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായിട്ട് നടത്തിയല്ല. നിങ്ങളെ പാർട്ടിക്കുള്ളിൽ അടി നടന്നു. നിങ്ങൾ പക്ഷേ ജനങ്ങളെ ഉപദ്രവിക്കുന്ന എന്തിന്? ജനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡിനെ പൂർണ്ണമായിട്ടും അടച്ചിട്ടത് എന്തിനാണ്? മാത്രമല്ല, മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഹൈക്കോടതി പറയാനുള്ള കാരണം എന്താ? പോലീസ് കൊടുത്തിട്ടുള്ള FIR എന്താണ്? പോലീസ് SIയും 2 പോലീസുകാരും കൂടെ 6:30 മണിക്ക് റോന്ത് ചുറ്റാൻ ഇറങ്ങിയപ്പോഴാണ് 500ഓളം വരുന്ന ആൾക്കാർ, ആ 500ഓളം ആൾക്കാർ പ്രകടനമായിട്ട് പോകുന്നു, അവര് റോഡ് തടസ്സമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് FIR ഇട്ടിരിക്കുന്നത്. തലേ ദിവസം 6 മണി തൊട്ട് സ്വന്തം സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നടക്കുന്ന ആ സ്റ്റേജ് കണ്ടില്ല. ആ സ്റ്റേജ് കെട്ടാൻ പാടില്ല എന്നുള്ള ഒരു നോട്ടീസ് കൊടുക്കാൻ ഈ പോലീസ് തയ്യാറായിട്ടില്ല. എന്നിട്ട് കൊടുത്തിരിക്കുന്നത് 500ഓളം വരുന്ന അൺനോൺ ആൾക്കാർ. ഈ ആൾക്കാരെ SHO അറിഞ്ഞൂടെ? വഞ്ചൂർ SHO ആൾക്കാർ. അതാണ് ഹൈക്കോടതി കേട്ടത്. നിങ്ങൾ ആരെയൊക്കെ പ്രതി ചേർത്തെടുത്തു? MV ഗോവിന്ദനെ അറിഞ്ഞൂടെ? അവിടുത്തെ പാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി അറിഞ്ഞൂടെ? വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അറിഞ്ഞൂടെ? വഞ്ചൂരിലെ കൗൺസിലർ അറിഞ്ഞൂടെ? ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണല്ലോ നടന്ന. ഇവരെന്താ കുറുവാ സംഘമാണോ? ഇവരെ അറിയാതിരിക്കാൻ? വഞ്ചൂർ പോലീസിന് ഇവരെ അറിയാതിരിക്കാൻ വേണ്ടി ഇവർ കുറുവാ സംഘങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ ബോധപൂർവം ഒരു തെറ്റ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ചെയ്തത്, ആ പരിപാടി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. വ്യക്തമായിട്ട് തെളിവുണ്ട്. ഒരു അപേക്ഷ പോലും കൊടുക്കാതെ ആ പരിപാടിക്ക് അംഗീകാരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നു, വഞ്ചൂർ പോലീസ് കൊടുക്കുന്നു. മാത്രമല്ല, ഇത്രയും ജനരോക്ഷമുണ്ടായിട്ടും മുഴുവൻ മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നിട്ടും ആ പോലീസ് നിസ്സാരമായിട്ടുള്ള ഒരു പ്രകടനമായിട്ട് എഴുത്തള്ളാനാണ് ഈ കേസ് തയ്യാറാക്കുന്നത്. അവിടെയാണ് ഹൈക്കോടതിയുടെ വ്യക്തമായിട്ടുള്ള ഇടപെടൽ വന്നിട്ടുള്ളത്. ഹൈക്കോടതി ആരെയൊക്കെ പ്രതി ചേർത്തു എന്ന് ഹൈക്കോടതി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്താ? അപ്പം കോടതി അലക്ഷ്യമാണിത്. കോടതി പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ അലക്ഷ്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് സത്യത്തിൽ MV ഗോവിന്ദനെതിരെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെ പൂർണ്ണമായിട്ടും ദ്രോഹിച്ച നടപടി എടുത്തിട്ടുള്ള MLA കൂടിയായിട്ടുള്ള, ഭരണഘടന കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള MV ഗോവിന്ദൻ ഒരു MLA ആണ്. അപ്പൊ MLA ഭരണഘടന അനുസൃതമായിട്ടുള്ള ആർട്ടിക്കിൾ 9ന്റെ വയലേഷനിൽ നിന്ന് വ്യക്തമായിട്ട് നടന്നിട്ടുണ്ട്. ഒരു പൂർണ്ണ ദിവസം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ആ വ്യക്തിക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കാൻ വേണ്ടി വഞ്ചൂർ പോലീസ് തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നമ്മൾ സംസാരിക്കുന്നത്. രാജുവിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് മറു ചോദ്യം രാജീവ് ചോദിച്ച് താങ്കൾ കേട്ട് കാണും. ഇപ്പം ഈ സ്കൂൾ ബസ്സുകൾ, ആംബുലൻസുകൾ അതെല്ലാം തടഞ്ഞുകൊണ്ടായിരുന്നു ഈ സമ്മേളനം അവിടെ നടന്നത്, അതിന്റെ വേദി അവിടെ ഒരുങ്ങിയത്. ഒരു ദിവസം മുഴുവൻ, അത് കഴിഞ്ഞ് രാത്രി നാടകവും, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകവും കണ്ടാണ് അവിടെ നിന്ന് ഈ ഒരു വേദി മാറ്റിയത്. ഇത്രയും നേരം മണിക്കൂറുകൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് എന്ത് മറുപടി? ഇപ്പോൾ ഈ പോലീസ് അവസാനം വിവാദമായപ്പോൾ, ചർച്ചയായപ്പോഴൊക്കെ കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പേരുകളില്ല എന്നുള്ളതാണ്. അല്ല, പിന്നെ രാജീവ് പറഞ്ഞതിനകത്ത് അത്ഭുതമൊന്നുമില്ല. കാരണം രാജീവ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ കക്ഷികളില് പിന്നെ ആളുകള് കേരളത്തിലെ 14 ജില്ലകളിലും ദിനം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ വഴിയിലാക്കിക്കൊണ്ട് നടത്തുന്ന കോപ്രായങ്ങളെ കണ്ട് മടുത്ത ഒരു കേരള ജനതയാണ്. ഈ CPM-നെ സംബന്ധിച്ചുള്ള കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞാൻ അതിനാണ് നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞ ഈ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. വഞ്ചൂരുണ്ട് എന്റെ നാട്ടില്.
അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും ഒരു ചെറിയ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു തടസ്സം താങ്കൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? താങ്കൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ആ ഏരിയ സമ്മേളനത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാനുള്ള എന്റെ നാട്ടിലെ ഏരിയ സമ്മേളനത്തിന്റെ കാര്യം. അവിടെ പ്രശ്നം ഉണ്ടായില്ലായിരിക്കും, ഇവിടെ പ്രശ്നമുണ്ട് സർ. അവിടെ റോഡിലല്ല പ്രശ്നമൊന്നല്ല, അകത്തായിരുന്നു പ്രശ്നം. അവിടെ റോഡിലല്ല പ്രശ്നം, അകത്തായിരുന്നു പ്രശ്നം. പക്ഷെ ഇവിടെ ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്താണ്, ഞാൻ നിന്ന വ്യക്തിയാണ്, ഞാൻ മണിക്കൂറുകളോളം അവിടെ നിന്ന വ്യക്തിയാണ്. കാരണം മുമ്പ് ഇതേപോലെ അവിടുത്തെ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി പോയ മാധ്യമങ്ങളെ ആക്രമിച്ച ഒരു സ്ഥലമാണത്. നിങ്ങൾ പറയും പോലെ വരുന്ന പ്രതിപക്ഷങ്ങളെയൊക്കെ നിങ്ങൾ താലോട്ടി വളർത്തുന്നില്ലേ, മാധ്യമങ്ങളെ പോലും ആക്രമിച്ച സ്ഥലമാണ് ആ സ്ഥലം. അറിയാമോ? പിന്നെ പോലീസ് ആ സ്ഥലത്തെ കുറിച്ച് അറിയണം. റെജി ലൂക്കോസ് പറയുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. അതെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയാം, എനിക്ക് ആ സ്ഥലം വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ഇപ്പോൾ നടക്കുന്ന സമ്മേളനത്തിൽ തൊട്ടു മുമ്പുള്ള സമ്മേളനത്തിൽ തിരുവനന്തപുരം ഏരിയ സമ്മേളനത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അറിയാൻ പറ്റില്ലാത്ത മലയാളികളുണ്ട്. എനിക്ക് ആ പ്രദേശത്തെ കുറിച്ച് വളരെ വ്യക്തി, എന്റെ നാട് പോലെ എനിക്കറിയാം. ഞാൻ അതല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മള് ഏത് രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതനുസരിച്ച് തന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ആദ്യം പറഞ്ഞു വഴി തടസ്സപ്പെട്ടു, വാഹനങ്ങളെ കടത്തിവിടാണ്ട് ബ്ലോക്ക് ചെയ്തു. വഴി തടസ്സപ്പെട്ടു രണ്ട് റോഡുണ്ട്, ഒന്ന് അങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും വരാൻ. അത് റോഡിൽ ഒരു റോഡ് പൂർണ്ണമായി അടച്ച് മറ്റൊരു റോഡിലൂടെ രണ്ട് ഭാഗത്തു കൂടി ഗതാഗതം ഓക്കെ ആക്കുകയാണ് പോലീസ് ചെയ്തത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതും അത്രയും തിരക്കുള്ള ഒരു റോഡിൽ, ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിൽ, കോടതി പോലീസ് സ്റ്റേഷൻ ഒക്കെ ഉള്ള ഒരു റോഡിൽ ഒരു സ്കൂളുണ്ട് അവിടെ. അതെ, ഇതൊക്കെ ശരിയാണല്ലേ. സ്കൂളും ഹോസ്പിറ്റലുകളൊക്കെ തിങ്ങി നിറഞ്ഞൊരു നാടാ കേരളം. ഇവിടെ എവിടെ പരിപാടി നടത്തിയാലും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാടിലുണ്ട്. അത് നമ്മുടെ വികസനത്തിന്റെ ഒരു വലിയ മുഖമുദ്രയാണ്. അപ്പൊ കേരളത്തിലെ ജനകീയപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾ മറ്റെന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ ഏരിയ സമ്മേളനം നടത്താൻ ഈ നിരത്തല്ലാതെ നടു റോഡല്ലാതെ വേറെ ഒന്നും പാർട്ടിക്ക് കിട്ടിയില്ലേ? അങ്ങനെ എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇല്ല, ഞാൻ പറഞ്ഞ വസ്തുത കേൾക്കുന്ന പ്രേക്ഷകർക്ക് അറിയാമല്ലോ. റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു, പിന്നെ പറഞ്ഞ് പോലീസ് നിർത്തി വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിട്ടെന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു പൊതുസമ്മേളനം നടത്തിയാൽ, നമ്മുടെ നാട്ടിൽ ജനകീയപരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടി നടത്തിയാൽ സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ ചില തടസ്സങ്ങളൊക്കെ വരും. അതല്ലാതെ കൊണ്ട് സ്ഥലം കേരളത്തിലില്ല. അതല്ലാതെ കണ്ട് CPM-ന്റെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് വഞ്ചൂര് നടത്തിയ ആ വേദി ഒരിക്കലും അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ള അവിടുത്തെ ജനങ്ങളുടെ ബൈറ്റുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. CPM വിരോധം മാത്രം. ഇപ്പൊ ഈ പറയുന്ന രാജേഷിന്റെ തന്നെ പാർട്ടിക്കാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിഞ്ഞാട്ടങ്ങള് എത്ര ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയിലേക്ക് പകൽ പോകാൻ പറ്റുമോ? ഇപ്പൊ എന്നും പരിപാടികളാണ്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ. എന്നും എന്തിനൊക്കെയാന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഇന്ന് നടക്കുന്നുണ്ട് എവിടെയൊക്കെയോ. ഇതെല്ലാം കേട്ടില്ല. വൈദ്യുതി നിരക്ക് കൂട്ടിയതിന് ഇന്നും പ്രതിഷേധമുണ്ട്. അല്ല, എന്നോടാണ് ചോദ്യം. അല്ല, ഞാൻ താങ്കൾ പറഞ്ഞല്ലോ എല്ലായിടത്തും പ്രതിഷേധങ്ങളൊക്കെ പല പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ ഇന്നും നടക്കുന്നുണ്ട്. ഈ 2 ദിവസം മുൻപ് വൈദ്യുതി നിരക്ക് കൂട്ടിയിരുന്നല്ലോ അതിൽ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഒരു ശാപവുമാണ് വഴിതടയൽ എന്നുള്ളത്. നിങ്ങൾ സംശയിക്കേണ്ട. വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാനൊക്കെ പോയി കണ്ടിട്ടുള്ള ആളാണ്. അവിടെയൊക്കെ ജനാധിപത്യമുണ്ട്, പക്ഷെ ആ ഒരു ചെറിയ വഴിതടസ്സം പോലും. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ജനങ്ങൾ അതിനോട് ഉൾക്കൊണ്ട് അതിന് CPM-നെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ചർമ്മിത ചരണം പോലെ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അസഹിഷ്ണുത കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ്. ഈ പാർട്ടി ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ എത്രയോ സമ്മേളനങ്ങൾ CPM നടത്തി. എവിടെയെങ്കിലും ഒരു ചെറിയ വഴിക്കേലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കേസുമായിട്ട് കോടതി പോയവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ അതിനെ ഒന്ന് പൊലിപ്പിക്കാൻ കോടതി കൊടുത്തു. കോടതി പറഞ്ഞ പരാമർശങ്ങൾ സത്യസന്ധമായിട്ട് അതിനെ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഒരു വഴി തടയാന്ന് പറഞ്ഞാൽ കോടതിയുടെ ഭാഗത്ത് കർശനമായ നിലപാടുണ്ടാവും. കാരണം കോടതി കൊടുത്തിരുന്ന പരാതി അതാണ്. അതുകൊണ്ട് കോടതിയുടെ പരാമർശത്തെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ സത്യം എന്താണ്? രാഷ്ട്രീയ സത്യം ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കില്ലേ ആ തരത്തിലുള്ള പരാമർശങ്ങൾ? ഇപ്പൊ നേരിട്ട് ഹാജരാകണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കില്ലേ? കോടതി അതിനെ അന്വേഷണത്തിന് ഏർപ്പെടുത്തുമല്ലേ? കോടതി പരാമർശങ്ങൾ നടത്തിയെന്നാ നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയതെന്ന് ഈ പരാതി ശരിയാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ മറുപടി കോടതി കിട്ടിയതിനു ശേഷം കോടതി തീർപ്പ് കൽപ്പിക്കും. അത് സ്വാഭാവികമല്ലേ? നിയമവ്യവസ്ഥയെ നമ്മൾ ആദരിക്കുന്ന ഒരു നാടായത്. ആ നിയമവ്യവസ്ഥ കൃത്യമായ രീതിയിൽ വഴികളിൽ ജനങ്ങളുടെ വഴി നടയുന്ന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത് പാലിക്കുന്നതാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. വഴി തടയാനായിട്ട് ആർക്കും അവകാശമില്ല. ഒരു രാഷ്ട്രീയ കക്ഷികൾ അല്ലാണ്ടൊക്കെ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജീവ്, ഇപ്പം ആ വഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന്റെ മുന്നിലാണ് ഈ വേദി. അപ്പം ഈ വേദി കെട്ടുമ്പോൾ, ഈ പന്തലെടുക്കുമ്പോൾ, സീറ്റുകൾ കസേരകളൊക്കെ കൊണ്ടുവെക്കുമ്പോൾ അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇത് കണ്ടിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ പരാതി കൊടുത്തു, ആ പരാതി അന്വേഷിക്കാൻ പോലും തയ്യാറായില്ലെന്ന്. നമ്മൾ ഇമെയിൽ വഴി കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു. അവിടുത്തെ വക്കീലന്മാർ പരാതി കൊടുത്തു, കുറേ ആൾക്കാർ. കാരണം രാവിലെ തൊട്ട് എത്ര മണിക്കൂറാണ് അവിടെ ആൾക്കാർ ഇരുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഞ്ചൂർ മാത്രമല്ല, ഈ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തിട്ട് അടിക്കുകയാണത്.
ഒരാൾക്ക് തിരുവനന്തപുരം നഗരത്തിലൂടെ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. എല്ലായിടത്തും റോഡ് മുറിച്ചിട്ടിരിക്കുകയാണ്, ഓടകളില്ല, എല്ലാം. അങ്ങനെ ഒരു തരത്തിൽ ജനങ്ങൾക്ക്, തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ഹനിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു പൊറോട്ട നാടകമായിട്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരുപാട് സ്റ്റേഡിയങ്ങളുണ്ടല്ലോ, പുത്തരിക്കണ്ടം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ തന്നെ കണ്ടോ? നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് കേട്ടാൽ നിങ്ങൾ നടത്തിയ സമ്മേളനങ്ങൾ മുഴുവൻ നിങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ചീത്ത വിളിക്കുകയല്ലേ നാട്ടുകാർ? ഇതൊക്കെ ജനങ്ങൾ എന്തിനാ പേറുന്നത്? നിങ്ങൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മണ്ഡപം എടുത്തോ അല്ലെങ്കിൽ സ്റ്റേഡിയം ബുക്ക് ചെയ്തോ അവിടെ കൊണ്ട് പരിപാടി നടത്തണ്ടേ? ഇത് ജനങ്ങളെ നെഞ്ചിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ്? പിന്നെ സമരങ്ങൾ നടക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ശാപമായിട്ടുള്ള ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ സമരം നടത്തുന്നേ. ഒരു ശാപമായിട്ടുള്ള സർക്കാരല്ലേ? പൊറോട്ട് നാടകങ്ങൾ കളിക്കുന്ന ഇവിടുത്തെ CPM അല്ലേ? അപ്പൊ CPM-ന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് മാറിയനെ, പൂർണ്ണമായിട്ട് മാറി. ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണെങ്കിൽ ജനങ്ങൾ ഇത്രയും പറയുന്നു. രാവിലെ തൊട്ട് മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത കൊടുക്കുന്നു. ജനങ്ങൾ അവിടെ നിന്ന് ചീത്ത വിളിച്ചിട്ട് പോകുന്നു. ആൾക്കാർ, കുട്ടികൾ വേർത്തൊലിച്ച് കുട്ടികൾ ആ സ്കൂൾ ബസ്സിനകത്ത് ഇരിക്കുന്നു. ഒരു ബസ് മാതൃഭൂമിയിലൂടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നു, ഒരു ബസ് 15-ാം നമ്പർ ബസ്സിന്റെ ഡ്രൈവർ വിക്രമൻ പറയുന്നു, ഞാൻ എത്രയോ മണിക്കൂർ അവിടെ നിൽക്കുന്നു, കുട്ടികൾക്ക് പരീക്ഷാകാലമാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്ന മനസ്സുള്ള ഒരു നേതൃത്വം CPM-ന് ഉണ്ടായിരുന്നെങ്കിൽ CPM-ന്റെ നേതൃത്വം അത് മാറ്റിയനെ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു നേതൃത്വം CPM-നില്ല. CPM-ന്റെ നേതൃത്വം എന്ന് വെച്ചാൽ അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്. അതുകൊണ്ടാണ് CPM വിട്ട് പല ആൾക്കാരും ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. ഇനി ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല. കാരണം ഈ പാർട്ടി സമ്പന്നരുടെ പാർട്ടിയായി മാറി, സമ്പന്നർക്ക് കുടപിടിക്കുന്ന പാർട്ടിയായി മാറി. അതുകൊണ്ട് ഇതിനകത്ത് സാധാരണക്കാരന്റെ വിലാപങ്ങൾക്കോ സാധാരണക്കാരന്റെ വിഷയങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാത്ത പാർട്ടിയായിട്ട് CPM മാറുകയാണ്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് വഞ്ചൂർ നടന്നത്. പ്രത്യേകത ഒന്ന് പറഞ്ഞുതരും. ഈ റോഡ് നേരെ പോകുന്നത് ജനറൽ ആശുപത്രിയിലേക്കാണ്. അതിനു മുൻപ് ഗോവിന്ദൻസ് എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്. അതിന് തൊട്ടടുത്തായി ഒരു ഹോളി ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. മറുഭാഗത്തു കൂടിയാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി. ഇത്രയധികം വഞ്ചൂർ കോടതിയുണ്ട്, വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ, സെന്റ് ജോൺ സ്കൂളുണ്ട്. അതെ, ഇത്രയും അധികം ഈ റോഡിൽ തന്നെ വേണമായിരുന്നു നിങ്ങൾക്ക് സമ്മേളനം നടത്താൻ. അല്ല, ഞാൻ രാജീവിനോട് മറുപടി പറയട്ടെ. രാജീവിയുടെ പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ സംസാരിച്ചത്. നിങ്ങൾക്ക് സ്റ്റേഡിയത്തിലേക്ക് പോകാൻ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് രാജീവിന്റെ ഉള്ളിലെ ഒരു അസൂയാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. കാരണം എന്താ അറിയോ, കേരളത്തിൽ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളും ഇതുപോലെയുള്ള രാജ്യ സമ്മേളനങ്ങൾ മുതൽ സംസ്ഥാന സമ്മേളനം വരെ നടത്താൻ ശേഷിയുള്ളത് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഒറ്റ പാർട്ടി CPM മാത്രമാണ്. ഇവരുടെ പാർട്ടിക്കൊന്നും ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ പറ്റുന്ന ആലപ്പുഴയിലെ സ്ത്രീകൾ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ പാർട്ടിയില്ല. ആലപ്പുഴയിലെ വൈറ്റ് ഒന്ന് നോക്കണം. ആലപ്പുഴയിലെ സ്ത്രീകൾ കൊടുത്ത വൈറ്റ് ഒന്ന് നോക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള അവർ ആഘോഷിക്കുന്നത് CPM-ന്റെ സമ്മേളനങ്ങളാണ്. ആളെ കിട്ടും, ഇവർക്കതില്ല. ഇവർക്കതില്ലാത്തതുകൊണ്ടുള്ള അസൂയ. ആളെ കൂട്ടായില്ലാത്തതുകൊണ്ട് നാടകം വെക്കണം, ഗാനമേള വെക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥത്തിൽ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. പക്ഷെ കേരളത്തിലെ എനിക്കും പറയാനുള്ള കാര്യമുണ്ടെന്നേ. അത് ഞാൻ ചർച്ചയിൽ അവസാനം ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടി ഒരു ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും വഴിയിലുള്ള ഇത്രയധികം വിഷയമായി ഇപ്പോൾ പോലീസ് അവസാനം ഗതികെട്ട് കേസെടുത്തല്ലോ, സ്വമേധയാ കേസെടുക്കാൻ തയ്യാറായല്ലോ. അപ്പോഴും ഈ സമ്മേളനത്തിന്റെ സംഘാടകർ ആരാണെന്ന് നമ്മുടെ കേരള പോലീസിന് അറിയാഞ്ഞിട്ടായിരിക്കുമോ? അത് അറിയില്ലേ വഞ്ചൂരിലെ CI-ക്ക്? അല്ല, വഞ്ചൂര് CI-ക്ക് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള കഴിവുള്ളത് തന്നെയാണ് ആ CI-യെ സംബന്ധിച്ചോളം. സ്വാഭാവികമായിട്ടും ഇതിന്റെ സംഘാടകരുടെ പേര് FIR-ൽ ഇല്ലാതെ പോയത്. സംഘാടകരുടെ പേര് നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ടത് വേണം. നിങ്ങൾക്ക് ഇപ്പൊ എന്നാണ് ഗോതമാഷ ഒരു കേസെടുക്കണോ, അതോ മുഖ്യമന്ത്രിയുടെ പേര് കേസെടുക്കണം? അതൊക്കെയല്ല നിങ്ങളുടെ ആവശ്യങ്ങള്. നിങ്ങൾ വേണേ പ്രതിയാക്കി കേസെടുത്തോ. കാരണം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേസെടുക്കേണ്ടത് പോലീസല്ലേ? ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനല്ലേ കഴിയുള്ളൂ? ശ്രീ റെജി ലൂക്കോസ് എന്താണ് പറയുന്നത്? ഇപ്പോൾ കോടതി തന്നെ ചോദിക്കുകയാണ് കേസെടുത്തോ എന്ന്. നാളെ അതിന് മറുപടി പറയുമ്പോൾ കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെയാണ് കേസെടുത്തെന്ന് പറയുമ്പോൾ ആരെയും അറിയില്ലേ സംഘാടകരെന്ന് കോടതി ചോദിക്കില്ലേ? ഇത് സ്വാഭാവികമായി ബഹുമാനപ്പെട്ട കോടതിയുടെ ചോദ്യങ്ങൾക്ക് എന്താ പറയാ, അതിനൊരു എതിര് പറയാനായിട്ട് ഞാൻ തയ്യാറല്ല. കോടതിയുടെ പരാമർശങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നതിനാണ്. അത് ഞാൻ ചർച്ച തുടക്കം തന്നെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ രാജീവിനും നിങ്ങൾക്ക് എല്ലാവർക്കും കേസെടുത്ത് പ്രതികളാക്കി. നിങ്ങൾ പ്രതികളാക്കിയോ? കേരളത്തിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വനത്തിനകത്തോ ആകാശത്തോ ഒരു പരിപാടി നടത്താൻ പറ്റുന്നില്ല. അവർ ജനങ്ങളോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ജനങ്ങളുടെ ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ശരി, എന്തായാലും സമയക്കുറവുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, ജനങ്ങൾ പങ്കെടുക്കേണ്ട പരിപാടിയാണ്, അതൊക്കെ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ജനസഞ്ചയം വരുമെങ്കിൽ പരിപാടി നടത്തേണ്ട സ്ഥലം അത് നടുറോഡല്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് സംസാരിച്ചതിന്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് RS രാജീവ് ചർച്ചയിൽ പങ്കെടുത്തതിന്.